ഗുഡ് മോർണിംഗ് ഗൈസ്. അടുത്ത ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഏകദേശം ഇപ്പോൾ ഒരു 12 മണിയുണ്ട്. ഇപ്പോഴാണ് വീഡിയോ തുടങ്ങുന്നത്. ഇന്ന് ജിമ്മിന് പോകാൻ പറ്റിയില്ല, കാരണം എൻ്റെ പാർട്ട്ണർ തന്നെ ജിമ്മിൽ പോകാൻ വേണ്ടി വിളിച്ചില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും പോയില്ല എന്ന് തോന്നുന്നുണ്ട്. കാലത്ത് മഴ ഉണ്ടോന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് വലകൾ കിട്ടിയിട്ടുണ്ട്, വണ്ടിക്ക് കുറച്ച് പണിയും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. പിന്നെ ഇന്നലത്തെ താറാവ് കറിയും പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ളയപ്പം ഉണ്ട് അമ്മ ഉണ്ടാക്കി വെച്ചുള്ളത്. നമുക്കത് കഴിക്കാം ആദ്യം. അതിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴാട്ടോ ഇതായിരിക്കണുണ്ട് വെള്ളയപ്പം നമുക്ക് എടുത്തിടാം. എന്നിട്ട് നമുക്ക് താറാവ് കറിയുടെ ഒപ്പം കഴിക്കാം. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂല്ലോ, തൽക്കാലം ഇത് കഴിക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു താറാവ് കറി നമ്മൾ കാലത്ത് തന്നെ ചൂടാക്കി വെച്ച് പോയിട്ടൊക്കെ ഉണ്ട്. നമുക്കത് ഇട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാം കേട്ടോ. കേട്ടിട്ട് ഓക്കെ. ഞാൻ കുറച്ച് കൂടാണ് എടുക്കാറ് നിങ്ങൾക്കേ. ഇത് കണ്ടതിനറിയാം, കണ്ട ഈ വെള്ളയപ്പം കാണാൻ ഭംഗിയിലെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിക്കണ്ട കേട്ടോ. അമ്മ വെള്ളയപ്പം ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കണതാണ്. ഇതമ്മ ജോലിക്ക് പോണ തിരക്കിലുണ്ടാക്കിയിട്ടുള്ളതാണ്. രാവിലെ ചോറും കൂട്ടാനും വെച്ച് വെച്ച് താറാവ് കറിയൊക്കെ ചൂടാക്കി വേറെ കൂട്ടാനും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ ജോലിക്ക് വരുള്ളൂ 9:00 മുന്നേ കേട്ടോ. ഇന്നത്തെ കാലത്ത് എത്ര പേരൊക്കെ ചെയ്യും? നമ്മുടെ ഈ 90s ഒക്കെ 2000s ഒക്കെ അമ്മമാരേ ചെയ്യുള്ളൂ. ഇനി വരേണ്ട തലമുറയുള്ള അമ്മമാരൊക്കെ ഇത്ര നേരത്തൊക്കെ എനിക്ക് എടുത്തു വയ്ക്കുമോ? അമ്മയുടെ സാധനം അടിക്കാറുള്ളത് 3:30, 4:30, 5 മണി. 5 മണിക്ക് മുന്നേ എന്തെല്ലാം മെയിൻ ടൈം വരെ പണികൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് എത്ര പേരെ ചെയ്യും? ഞാൻ കണ്ടില്ല, ഇന്ന് എനിക്ക് 10:30 ഞാൻ എനിക്ക് ജിമ്മൊന്നും ഇല്ലാത്തവരെ ആരും വിളിച്ചില്ല, നേരെ കിടന്ന് തുടങ്ങി. എന്നാൽ നമുക്കിത് കഴിച്ചു നോക്കാം. നമുക്ക് ദുർലാങ്ങ മാറ്റിക്കട്ടെ. താറാവിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളയപ്പത്തിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് കഴിച്ചു നോക്കാം. കൊള്ളാം. അല്ലെങ്കിലും താറാവ് കറിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കണം, എന്നാലും ടേസ്റ്റ് അറിയുള്ളൂ. കുട്ടനാടൻ താറാവ് കറി ആകുമ്പോൾ വേറെ ലെവലായിരിക്കും. ഇത് നോർമലി നമ്മുടെ താറാവ് കറി കേട്ടോ, നാടൻ താറാവ് കറി. അപ്പോഴേ നമുക്ക് വണ്ടിയും കൊണ്ട് നേരെ കാണിച്ചിട്ട് വരാം, കാരണം ഭയങ്കര സൗണ്ടാണ് വണ്ടി വന്ന് വരുന്നത്. കണ്ടോ, ഇതേപോലെ സൗണ്ട് വരുന്നുണ്ട്. എനിക്ക് വന്ന് ബ്രേക്ക് പാഡ് കഴിഞ്ഞിട്ടാണ്. നമുക്ക് പോയിട്ട് അത് മാറേണ്ട കേസ് നോക്കാം. ഇവിടെ ഇത്ര സൗണ്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം, വർഷമൊക്കെ പോയിട്ട് വരാം, പോയിട്ട് കാണാം. വണ്ടിയില്ലേ, വണ്ടി നല്ല രീതിയിലുള്ള സൗണ്ട് അപ്പോൾ വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചേട്ടനാണ് കാപ്പുള്ളത്. പുള്ളി ടൗണിൽ പോകുമ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ടൗണിൽ പോയി വന്നതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും പുള്ളി ടൗണിൽ പോയി വരട്ടെ, അത് വേണ്ടി നോക്കാം നമുക്ക്. വണ്ടി എന്തായാലും കൊണ്ടാക്കിയാൽ എന്തായാലും സ്വിഗ്ഗോടെ അത് പോകാൻ പറ്റില്ല, മാറാണ്ട് അത്രയും സൗണ്ടാണ്. എന്തായാലും വീട്ടിൽ പോവാം. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സംഭവത്തിൻ്റെ ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടിയിട്ട് അത് കിട്ടുമെന്ന് നോക്കട്ടെ. എന്നാൽ പുള്ളി പറഞ്ഞ ടൗണിൽ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, ഇലക്ട്രിക് ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഷോറൂമിൽ കൊണ്ടുപോയി മാറേണ്ടി വരും. ഷോറൂമിൽ കൊണ്ടുപോയി മാറാമെന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി ഷോറൂമിൽ പോകണം. പുഴയ്ക്കലാണ് ഷോറൂം കൂടുന്നത്. 10-13 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. എന്തായാലും പുള്ളി നോക്കട്ടെ. അതിൻ്റെ അളിയൻ്റെ ഐക്യൂബിൻ്റെ ആ ഒരു ബ്രേക്ക് പാഡ് ഇതേപോലെ ഉറച്ചിൽ സൗണ്ടൊക്കെ ആയിട്ട് പുള്ളിയാണ് മാറിയത്. അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവിടെ കൂട്ടുകാരൻ കൂടെയാണ് ആൾ. അപ്പോൾ പുള്ളി പോയി നോക്കുന്നുണ്ട്, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് പോയി മാറാം. അപ്പോൾ അത് മാറുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാനില്ല ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വണ്ടി റെഡിയാക്കാൻ ഒന്നും പറ്റില്ല, ഷോറൂമിൽ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷോറൂമിൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ തന്നെ പോയി മാറാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപ്പോൾ അളിയൻ വന്നിട്ടുണ്ട്. അളിയനെ ജസ്റ്റ് ഒന്ന് കൊണ്ടാക്കാൻ പോകണം. അളിയനൊരു വെള്ളടി പരിപാടി എന്താ പറഞ്ഞാൽ ടച്ചിങ്സ് വാങ്ങിക്കണം, പൂ മേടിക്കേണ്ട കൊണ്ടാക്കണം. വൈകുന്നേരം ഒറ്റയ്ക്ക് വണ്ടി വരാൻ പറ്റില്ല, തുഴഞ്ഞ് വരാൻ പറ്റില്ല, വല്ല പോലീസ് ഇടിക്കുക. അപ്പോൾ അതിനെ തിരിച്ചും കൊണ്ടുവരണം പറഞ്ഞത്. നമുക്കിപ്പോൾ കൊണ്ടാക്കുമ്പോഴുള്ള കോല നിങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ കൊണ്ടാക്കുമ്പോൾ കോല തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വൈകുന്നേരം കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പോവാ, ഇത് മഴ കറക്റ്റ് മഴ ഇറങ്ങാൻ നിന്നപ്പോൾ മഴ 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 കണ്ട. ഇത് വീഡിയോ എടുത്ത് ഇന്നേരം നമ്മള് മഴയത്തിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കറക്റ്റ് മഴയത്തില്ലേ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട്. പോവാൻ നമുക്ക് മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടേക്കാ പോകണം നമ്മള്? കൃഷ്ണപുരം പോവാം. ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ വന്ന് ചെക്കൻ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ചെക്കനെ കൊണ്ട് പാടത്ത് പോയിട്ട് കുറച്ചേരം ഇരിക്കാം. ബാ കയറി. ഇപ്പോൾ ചെക്കനെ കൊണ്ട് ചീരക്കാവ് പടത്തേക്ക് നോക്കാം. ചെക്ക അവിടെ കളിക്കാണ്, ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഈ സമയത്ത് ഇരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. കണ്ട എങ്ങടാ ഇത് ഡയപ്പുറത്തോടെ വന്ന് കണ്ട അവിടെ ഒരു അമ്പലം, പിന്നെ സൂര്യൻ അസ്തമിക്കണമല്ലോ. അപ്പോൾ സൂര്യാസ്തമയം കണ്ട് ഈ അമ്പലത്തിൻ്റെ വ്യൂ കണ്ട് ഇങ്ങനെ ഈ പാടത്തിങ്ങനെ ഇരിക്കാം.
എന്താ ഭംഗിയെന്നറിയോ, എന്തോരം പേരെ വരാന്നറിയോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ എന്തേ സത്യം പറഞ്ഞാൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു രസമായിട്ടുള്ള കാര്യമല്ലേ യാതൊട്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയ നമ്മള് വടിയാവും. എന്താന്ന് വെച്ചാൽ പാമ്പുകളും അട്ടകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയ. അപ്പൊ ഇറങ്ങാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ. ഹലോ ഗൈസ്, ഇവിടെ ഞാൻ പണ്ടെന്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് മാമനെ ചെറുതായിട്ട് വള്ളത്തിൽ ഇറക്കിയ സ്പേസ് ആണിത്. സ്പേസ് അല്ല, സ്പേസ് എന്നല്ല, പ്ലേസ് ആട്ടാ ഉദ്ദേശിച്ചത്. വണ്ടിമേ ഇനി കയറി കളിച്ചിട്ട് വീണ്ടാട്ടാ. എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പുതിയ റൈഡർ കണ്ണാപ്പി അല്ലേ? കണ്ണാപ്പിന്ന് വിളിക്കാനെ എന്നെ കളിയാക്കരുത്. കണ്ണന് കപ്പിയും ചേർന്നാലാണ് കണ്ണാപ്പി. നോക്ക നീ ആരെ എന്തെടുക്കടുന്ന എനിക്കെടുക്കണോക്കെ കണ്ടോ? എന്നെ കിട്ടുന്ന ഞാൻ എന്താ ചെയ്യാ? ഈ മാമൻ ഒന്നും ചെയ്യണ്ടാ മതി. ഞാൻ കിട്ടുക്കും മാമൻ എന്താ എന്താണ് വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോവാ. ഇവന് അധികം നേരം സഹിക്കാൻ പറ്റില്ല ചെയ്ത് നോക്കാൻ പറ്റില്ല. കാരണം അവന് മീനെ പിടിക്കണം എന്നായിപ്പോ. അതിൽ മീൻ ഉണ്ട്, അതിനെ പിടിക്കണം, ചാടണം എന്നൊക്കെ പറയണേ. അപ്പോൾ വെള്ളത്തെ ചാരണങ്ങൾ മുന്നേ നമുക്ക് പോവാന്നല്ലെന്ന് എനിക്ക് തോന്നണേ. പോവാ കണക്ക് നോക്ക് വാ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ഇരുന്നിട്ട് വീണ്ടും നിശ്ചയം തോന്നൊക്കെ വേണം. പിന്നെ ഈ യുദ്ധത്തിൻ്റെ ന്യൂസ് കണ്ടില്ല ഇവിടെ. ഖത്തറിലത്തെ US ക്യാമ്പിനെതിരെ US ക്യാമ്പിലേക്ക് ഇറാൻ മിസൈൽ അടിച്ചു. ട്രംപ് അത്യാവശ്യമായിട്ട് യോഗം ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? അവർക്കൊക്കെ വല്ല ഭ്രാന്തുണ്ടാവും. ഈ മറ്റേ എന്താ പറയുക, ഈ രാഷ്ട്രീയ തലവന്മാരുടെ നേതാക്കന്മാരെയും ഓരോ ഈഗോയും പിന്നെ അതും ഇതൊക്കെ വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളല്ലേ. ഇവരൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇവർക്കുള്ള പ്രൊട്ടക്ഷനിൽ ഇരിക്കും. പക്ഷെ ജനങ്ങളോ? എന്തായാലും നാളെ രാവിലെ എണീക്കുമ്പോൾ വേറെ വല്ല ന്യൂസുകളൊക്കെ കേൾക്കാം. എന്തായാലും ഗുഡ് നൈറ്റ്. ഞാൻ അളിയനെ കൊണ്ടുവരാൻ വേണ്ടി വിരുന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നേരം വേറെ വീഡിയോ ഒന്നും എടുക്കാണ്ടും ഇതുണ്ട്. പക്ഷെ അളിയ നേരം അവർ വിളിച്ചില്ല. ഇനി എന്തായാലും അളിയും വിളിക്കണമെങ്കിൽ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. സീ യു. ഗുഡ് നൈറ്റ്. നാളെ കാണാം.